ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെ ഒന്ന് കണ്ടു നോക്കണം. ഇതിൽ കുറച്ച് കിച്ചൺ ടിപ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മുടി നരച്ച് വരുന്ന മുടികളെല്ലാം ഒരുപോലെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകളാണ് ആദ്യം തന്നെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ക്യാബേജാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ക്യാബേജ് നമുക്കറിയാലോ, ആദ്യം തന്നെ നല്ലപോലെ കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വിനാഗിരി വെള്ളത്തിലോ സോഡാപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വിഷാംശമൊക്കെ നീക്കിയിട്ട് ഇതേപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു 2-3 തിരിക്കൽ മാത്രം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അത്രേ വേണ്ടൂ. അപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ പൊടിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ നമ്മൾ കത്തി വെച്ചിട്ട് അരിയുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ക്യാരറ്റ് നമുക്കിതെങ്ങനെയാണ് കത്തി ഉപയോഗിക്കാതെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആദ്യം നമ്മൾ ക്യാരറ്റ് നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് വലിയ കഷ്ണങ്ങളും ആവരുത്, എന്നാൽ അത്യാവശ്യം ഒരേ വലുപ്പത്തിലുള്ളതാക്കി നമ്മൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മിക്സിയിൽ ചെയ്തെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിരിക്കരുത്, ജസ്റ്റ് ഒന്ന് തിരിക്കുക, എന്നിട്ട് ഓഫാക്കുക, എന്നിട്ട് വീണ്ടും തിരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കയും അതുപോലെ തന്നെ നമ്മുടെ ബീൻസും അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുനുകുന എന്നിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. മാത്രമല്ല നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പണിയും കഴിയും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് കറക്കി തിരിക്കരുത്. അപ്പോൾ അതിൽ ജലാംശം കൂടുതലാണ്. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോയ പോലെ ആവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിതെല്ലാം കിട്ടുക. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു തോരനൊക്കെ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ അധികം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെല്ലാം ജലാംശം ഉള്ളതാണ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബീൻസും ഇതിൻ്റെ ആ ഒരു ഇതേപോലെയുള്ള നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലുള്ളതൊക്കെ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്നൊരു മിക്സഡ് തോരനൊക്കെ നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പല വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തും നമുക്ക് ഈ ഒരു രീതിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പണികൾ പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഈ ഒരു ടിപ്സുകളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത് നമുക്ക് ചക്കക്കുരു നമുക്ക് എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ചിരണ്ടി എടുത്ത് അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചക്കക്കുരുയൊക്കെ നന്നാക്കി ഉണ്ടാവുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് 4ആയിട്ട് കീറുക. അതിന് ശേഷം അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അടർന്ന് വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രൗൺ പോർഷൻ കളയാവുന്നതാണ്, പക്ഷെ അത് കളയേണ്ട കാര്യമില്ല. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതിൽ കേട്ടോ. അപ്പോൾ ഇനി കളയണമെന്നുള്ളവർക്ക് കളയാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോഴേക്കും തന്നെ നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് തോരനൊക്കെ തയ്യാറാക്കി എടുക്കാൻ അല്ലെങ്കിൽ സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് നമ്മുടെ നരച്ച മുടി എങ്ങനെയാണ് കറുപ്പിച്ചെടുക്കണമെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു
ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഹിമാദ്രിയുടെ ആയുർവേദിക് ഹെയർ ബ്ലാക്കനറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈയിടെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരു 2 മാസത്തോളം തന്നെ ഇതിൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ഡൈ ആണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 20 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. ആ 20 ഗ്രാമിന് നമുക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് 60 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പയറി കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആയുർവേദ കടകളിൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലൊരു പാക്കറ്റാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലൊരു പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ തന്നെ നമുക്കതിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര നമ്മൾ ഇതിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് ഭൃംഗരാജ, മഞ്ചിഷ്ട, നെല്ലിക്ക, ചെമ്പരത്തി, അതുപോലെ ആര്യവേപ്പ്, ചീനിക്ക, മൈലാഞ്ചി, നീലയമരി എന്നതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതൊക്കെ അതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവണില്ല. അപ്പോൾ ഒരുപാട് ലൂസ് ആവാത്ത രീതിയിലുള്ള ഒരു ഡൈ ആണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം അതിനനുസരിച്ചൊക്കെ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാടൊന്നും അങ്ങോട്ട് എടുത്ത് നമ്മളങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ തലേദിവസം ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി മുടി ഡ്രൈ ആക്കി അതിന് ശേഷം നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് മുടി ഒന്ന് ചുമപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നീലയമരിയൊക്കെ തേച്ച് വീണ്ടും ഒന്ന് കറുപ്പിക്കുക. അങ്ങനെ നമുക്ക് ഏകദേശം 2-3 ദിവസത്തെ പണിയെങ്കിലും നമ്മൾ അല്ലാത്ത രീതിയിലൊക്കെ നാച്ചുറലായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, നീരിറക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഷാമ്പുവോ കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. അത്യാവശ്യം എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പിടിക്കുന്നുണ്ട്, നമ്മുടെ മുടിയിൽ ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല നരയുള്ള മുടിയിലാണ് ഞാനിത് കാണിക്കാനായിട്ട് പോണത്. ഇനി നമുക്കിത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് ഉള്ളിലേക്കൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കയ്യിലാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു നഖത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടിയൊക്കെ കളറ് പിടിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതൊരു 20 മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം പച്ചവെള്ളത്തിൽ നമ്മൾ സാധാരണ കഴുകണ പോലെ കഴുകുക. ഷാമ്പുവോ അങ്ങനെ സോപ്പോ ഇങ്ങനെയുള്ളതൊന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് 100% ആയിട്ട് തന്നെ കറുപ്പ് കളർ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.